ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ചന്ദ്രഗിരി എന്ന സ്ഥലത്താണ്. ചന്ദ്രഗിരി കോട്ട കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കോട്ടയിലേക്ക് പോയിട്ട് വരാം. ഓക്കെ. ചന്ദ്രഗിരി കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലൂടെ ചന്ദ്രഗിരി കോട്ടയ്ക്കകത്തേക്ക് പോവുകയാണ് ഞാൻ. കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുക. നിന്ന് നോക്കിയാൽ ചന്ദ്രഗിരി പുഴ നന്നായിട്ട് കാണാം. എത്രയോ പരന്ന് കിടക്കുന്നുണ്ട് ഈ പ്രദേശം. ചന്ദ്രഗിരി കോട്ടയ്ക്കകത്താണ് ഇപ്പോൾ ഞാനുള്ളത്. വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയ്ക്ക് തെക്കുകിഴക്കായി ചന്ദ്രഗിരി പുഴയുടെ തീരത്തായി ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നു. തകർന്നു കിടക്കുന്ന ഈ കോട്ട പുഴയിലേക്കും അറബിക്കടലിലേക്കും തെങ്ങിൻ തോപ്പുകളിലേക്കുമുള്ള ഒരു മനോഹര ജാലകമാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട ചരിത്ര പുരാവസ്തു വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 150 അടിയോളം ഏകദേശം 7 ഏക്കർ സ്ഥലത്ത് ചതുരാകൃതിയിൽ കോട്ട വ്യാപിച്ചു കിടക്കുന്നു. ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചന്ദ്രഗിരി പുഴ കോലത്തുനാടിൻ്റെയും തുളുനാടിൻ്റെയും അതിർത്തിയായിരുന്നു. ഇക്കീരൻ നായ്ക്കന്മാർ ചന്ദ്രഗിരിയെ ഒരു സ്വതന്ത്ര പ്രദേശമായി ഭരിച്ചു. ഈ രാജവംശത്തിലെ ശിവപ്പ നായ്ക്ക് എന്ന രാജാവാണ് രാജ്യസുരക്ഷയ്ക്കായി ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത്. ഇന്ന് കേരള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ചന്ദ്രഗിരി കോട്ട. ചന്ദ്രഗിരി പ്രദേശം സംസ്ഥാന വിഭജന സമയത്ത് 1956 കേരള സംസ്ഥാനത്തോട് ചേർക്കപ്പെട്ടു. ചന്ദ്രഗിരി പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് കാണാം. ഇവിടെ ഒരു തറ കാണാം.
രണ്ട് കോട്ടകളാണ്, രണ്ട് അറകൾ പോലെ തീർത്തിട്ടുണ്ട് ഇവിടെ. നല്ല കാഴ്ചയാണ് ഇത് നോക്കിയാൽ. ചന്ദ്രഗിരി എന്നൊരു പ്രദേശം മൊത്തം ഈ കോട്ടയ്ക്ക് മുകളിൽ കയറിയാൽ കാണാൻ പറ്റും നമുക്ക്. അത്രയും മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. അറബിക്കടലിൻ്റെ സൗന്ദര്യം, ചന്ദ്രഗിരി പുഴയുടെ വശ്യത രണ്ടും കൂടിക്കാർന്നിരിക്കുന്നു ഈ പ്രദേശം. കാസർഗോഡ് പട്ടണത്തിൽ നിന്നും ഏകദേശം ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലാണ് ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഞാനങ്ങനെ ചന്ദ്രഗിരി കോട്ടയും കണ്ട് മടങ്ങുകയാണ്.